Good evening to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെസൺ എടുത്തു? നാലാമത്തെ എടുത്തു അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കംപ്ലീറ്റ് ആയി അല്ലേ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? എന്തായിരുന്നു? എന്താ അനക? കടലോരത്തെ കാഴ്ചകൾ അല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ എന്തൊക്കെയായിരുന്നു? ആരായിരുന്നു കടല് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്? റോഷൻ അല്ലേ? ആരുടെ കൂടെ ആയിരുന്നു? ബാപ്പയുടെ കൂടെ അല്ലേ? അവര് രണ്ടുപേരുമാണ് കടല് കാണാൻ പോയത് അല്ലേ? എന്തൊക്കെയായിരുന്നു കാഴ്ചകള്? തിരമാലകൾ കണ്ടു അല്ലേ? പിന്നെ അവരെന്തൊക്കെ കണ്ടു അല്ലേ? അപ്പൊ മിസ് ഒന്നുകൂടി അത് വായിക്കാം. ഓക്കെ, ചൂട്ടിലൂടെ വരാനുണ്ടല്ലോ നമുക്ക്. അപ്പോ പാഠം 4. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് എടുത്തു എല്ലാവരും? ലിസൺ ഹിയർ. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോ റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര മണൽ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. ഒരിടത്ത് ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളിയിറക്കുന്നു. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. എന്തൊരു വലിപ്പമാണ് കടലിന്! നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അടങ്ങാത്ത തിരമാലകൾ. എത്രയെത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദവുമുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? അവിടെങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. തിരകളിൽ ആടിയുലയുന്ന കറുത്ത തോണികൾ അല്ലേ? അവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലേ അവര്? അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. എന്തു മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ചവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ കഥ അല്ലേ? റോഷനും ബാപ്പയും കൂടി കടൽ കാണാൻ പോയത്. കടലോരത്തെ കാഴ്ചകൾ അല്ലേ? എന്തൊക്കെ കാഴ്ചകളായിരുന്നു ഇവിടെ കണ്ടത്? റോഷൻ ആദ്യമായിട്ടായിരുന്നു അല്ലേ കടൽ കാണുന്നത്? അപ്പോ ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര മണൽ. കടൽ തീരത്ത് കൂടെ നടക്കുമ്പോൾ കാലുകൾ എങ്ങനെയാ പൂഴിയിൽ ഇങ്ങനെ പൂണ്ടു പോകുന്നുണ്ടല്ലേ? തീരത്ത് നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് അല്ലേ അത്? പിന്നെ തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. തിരമാലകളാണെങ്കിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന് വരും അല്ലേ? ഓക്കെ. ഒരിടത്ത് ചെറിയ ബഹളം കണ്ടു അല്ലേ? കണ്ടു. എന്താണെന്നത്? കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുന്നതാണ് കണ്ടത് അല്ലേ? അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. എന്താ അവിടെ ഉണ്ടായിരുന്നത്? കരക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കും അല്ലെ? മത്സ്യം കാണാനുള്ള തിക്കും തിരക്കുമായിരുന്നു അവിടെ. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ്. അവിടെ എന്താ ഉണ്ടായിരുന്നത്? മീൻ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ബഹളമായിരുന്നു അവിടെ ആൾക്കൂട്ടം കണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്തു? രണ്ടുപേരും ആളൊഴിഞ്ഞ ഭാഗത്തല്ലേ പോയി. ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി അല്ലേ? റോഷനും ബാപ്പയും അങ്ങോട്ട് പോയി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. അവൻ മണൽപ്പരപ്പിലൂടെ ഓടിയിട്ട് എന്ത് ചെയ്തു? ദൂരെ നിന്നിട്ട് കടൽ നോക്കി കണ്ടു അല്ലേ? പിന്നെ അപ്പൊ കടലിനെ അവൻ കാണുന്നത് എന്തൊക്കെയായിട്ടാ പറഞ്ഞേ? എന്തൊരു വലിപ്പമാണ് കടലിന്!
അല്ലെ? നീണ്ടു നിവർന്ന് അങ്ങനെ വിസ്താരമേറി കിടക്കുന്നു അല്ലെ കടല് അല്ലേ? പിന്നെയോ നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അപ്പൊ അവന്റെ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങളാ പറയുന്നത്. അടങ്ങാത്ത തിരമാലകൾ അല്ലെ, ഒരിക്കലും അടങ്ങുന്നില്ല. വന്നും പോയും ഇങ്ങനെ തിരമാലകള് വലിയ ഒച്ചയോടുകൂടി ഇങ്ങനെ വരുന്നു അല്ലെ, ആർത്തിരമ്പിച്ച് വരുന്നു തിരമാലകള്. പിന്നെയോ എത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ, അതായത് ഊക്ക് പറഞ്ഞ ശക്തിയേറിയത് അല്ലെ. ഊക്കൻ തിരകൾക്ക് എന്തുണ്ട്? പേടിപ്പിക്കുന്ന ശബ്ദവുമുണ്ട് അല്ലെ. നല്ല ശബ്ദത്തോടെയാണ് തിരമാലകള് ശക്തിയിൽ വരുന്നത് അല്ലെ. ആ തിരമാലകളിലൊക്കെ നമ്മൾ പെട്ടുപോയാല് അതിൽ പോകും. അപ്പൊ കുട്ടികൾ കടലിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഇതാണ് അല്ലെ. തിരകളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മളെയും കൊണ്ടേ തിരയങ്ങ് പോകും അല്ലേ. അപ്പോ ശക്തിയുള്ളതായിരിക്കും. ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ഒരു ശബ്ദവുമുണ്ട്. ഊന്ന് പറഞ്ഞായിരിക്കും വരുക അല്ലെ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകള്. അവൻ കാണണേ എന്തൊക്കെയുണ്ട്? കടൽ കാക്കകളും ഉണ്ട് വട്ടമിട്ട് പറക്കുന്നു. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ അല്ലെ. പരുന്തുകൾ ഇങ്ങനെ അനങ്ങാതെയാ പറക്കുക. കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോലും അങ്ങനെയല്ലേ അല്ലെ. ആകാശത്ത് ഇങ്ങനെ പറന്ന് അവസാനം കോഴിക്കുഞ്ഞിനൊക്കെ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പരുന്തുകളും ഉണ്ട്. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക അല്ലെ? ഒന്നും ഉണ്ടാവില്ല. മഹാസമുദ്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവിടെ ഒരു മരച്ചില്ലകളോ കൊമ്പുകളോ ഒന്നുമില്ല. അപ്പൊ പക്ഷികൾക്ക് എങ്ങനെയാ അവര് വിശ്രമിക്കുവാന്ന് ആലോചിക്കുകയാണ് കേട്ടോ. പിന്നെയോ അവിടെ അങ്ങ് ഒരു മരച്ചില്ല പോലും ഇല്ല. തിരകളിൽ ആടിയിലുന്ന കറുത്ത തോണികൾ ഉണ്ട് അല്ലെ തിരകളിൽ. അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. എന്നൊക്കെ അങ്ങനെ തോന്നുക അല്ലെ. ദൂരത്തേക്ക് നോക്കുമ്പോ ആകാശവും കടലും മുട്ടുന്ന പോലെ അനുഭവപ്പെടും. അപ്പോ അവിടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് എന്താ പറഞ്ഞതാ? ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴുമ്പോൾ അത് കടലിൽ വീണു. മനോഹരമായ സൂര്യാസ്തമയം കാണുന്നത്, കടലിനടുത്ത് പോയി സൂര്യാസ്തമയം കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് അല്ലേ. അതാണ് പറഞ്ഞത്. പിന്നെയോ അപ്പൊ എന്ത് പറഞ്ഞു ബാപ്പ? മോനെ, നേരം വല്ലാതെ വൈദു, അതായത് അസ്തമിക്കാറായി, നമുക്ക് പോണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ റോഷനെ വിളിച്ചു. അവൻ മനസ്സോടെ അല്ലേ. കടല് കാണാൻ പോയ കുട്ടിക്ക് എന്തായാലും തിരിച്ചു പോരാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അവൻ മനസ്സോടെ മടിച്ചു കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടലല്ലേ. കാർന്ന് അവൻ പിന്നിലേക്ക് നോക്കുകയാണ്. വിശാലമായി പരന്നു കിടക്കുന്ന കടലുണ്ട് അല്ലേ. കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് കടലോര കാഴ്ചകളിൽ ചെറിയൊരു കഥ അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ കഥ? എല്ലാവർക്കും മനസ്സിലായോ? എസ് ആണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ. റോഷന്റെയും ബാപ്പയുടെയും കഥയാണ്. കടലോരത്ത് എന്തൊക്കെ കണ്ടു? അസ്തമയം കണ്ടു അല്ലെ. കടൽ കാക്കകൾ പറന്നു കഴിയും. വിശാലമായ കടലായിരുന്നു. നീല നിറത്തിൽ പരന്നു കിടക്കുന്ന കടലായിരുന്നു അല്ലെ. പിന്നെന്താ? ഊക്കൻ തിരകൾക്ക് ഒരു വല്ലാത്തൊരു ശബ്ദവും ഉണ്ട്. പിന്നെന്തുണ്ട്? കടൽക്കാക്കകള് വട്ടമിട്ട് പറക്കുന്നുണ്ട്. പിന്നെ അതിനും മീതിയായി അനങ്ങാതെ പറക്കുന്ന പരുന്തുകളുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? ആകാശവും കടലും ഒന്നായിത്തീരുന്ന ഒരു അനുഭവം കണ്ടതുപോലെയുള്ള അവസ്ഥയുണ്ടായി അല്ലേ. ഒക്കെ കടലോരത്ത് അവൻ കണ്ടു. ആദ്യം കണ്ടു കുറച്ച് ബഹളം, ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്ന. അവിടെ എന്തായിരുന്നു? തോണി ഇറക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത് ഇവിടെ ബഹളം കണ്ടെടുത്ത് എന്താ? മീൻ കച്ചവടമായിരുന്നു. അപ്പൊ മീനിനെ കാണാൻ തന്നെ, മത്സ്യത്തിനെ കാണാൻ ആളുകൾ ഇങ്ങനെ തിരക്കും കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെയായിരുന്നു അവിടെ കണ്ടത് അല്ലെ, റോഷനും ബാപ്പയും. അപ്പൊ ഇതാണ് നമ്മുടെ കടലോര കാഴ്ചകൾ എന്നുള്ള കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോ ഒന്നുകൂടി മിസ് വായിക്കാം. അപ്പൊ നിങ്ങൾ എന്നിട്ട് അതിന് ശേഷം വായിക്കണം കേട്ടോ. അപ്പോ പാഠം 4, കടലോരത്തെ കാഴ്ചകൾ. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര മണൽ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടു പോകുന്നു അല്ലെ. കുഴിയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകളുണ്ട് അല്ലെ. അതൊന്ന് തിരിച്ചു പോകുമ്പോ എന്ത് ചെയ്യും? അടുത്തത് വരും. അതിനു മുമ്പേ തന്നെ മറ്റൊന്ന് വരുന്നുണ്ട്. ഒരിടത്ത് ചെറിയ ബഹളം കണ്ടു. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുന്നു അല്ലെ. അതിനപ്പുറത്ത് എന്തുണ്ട്? ഒരാൾക്കൂട്ടുണ്ട്. കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള
തിക്കും തിരക്കും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കടലിന്റെ അടുത്ത് പോയിട്ട് മത്സ്യം പിടിച്ചത്? കൊറേ ഉണ്ടാവും, ഇഷ്ടം പോലെ കോരി വാരിയിട്ടുണ്ടാവും അല്ലേ. നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പൊ അതാണ് കാണാൻ തിക്കും തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികള് മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്ന് നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. എന്തൊരു വലിപ്പമാണ് കടലിന്! നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു അല്ലെ. കടലിന്റെ പ്രത്യേകതകളാ പറയുന്നു. പിന്നെ അടങ്ങാത്ത തിരമാലകള്, എത്രയെത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദവും ഉണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ, അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? അവിടെ എങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. തിരകളിൽ ആടി ഉലയുന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായിത്തീരുന്നു. ചുവന്നു തൊടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. എന്തു മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു, വാ നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ചവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് കഥ അല്ലേ. അപ്പൊ ഇതാരാ ഒന്ന് വായിക്കുന്ന ഇന്ന് ഈ പാഠം? ഓക്കെ, ശ്രീഹരി. എന്നാ ശ്രീഹരി വായിച്ച. ശ്രീഹരി. ശ്രീഹരി. കടൽ തോർത്തെ കാഴ്ചകൾ. ശ്രദ്ധിക്കണേ എല്ലാവരും. ആദ്യം കാണാൻ ബാപ്പയോടൊപ്പം യാത്ര ബാപ്പയോടൊപ്പമാണ് യാത്ര. ഫർഹ, നേരെ ഇരുന്നേ ഫർഹ. ഫർഹ ഫാത്തിമ. ഫാത്തിമ മെഹറിൻ. ഫർഹ ഫാത്തിമ മെഹറിൻ. കടൽ തീരത്തു കൂടെ. വായിക്കാൻ പഠിച്ചിട്ടില്ല അല്ലേ? ഫർഹയല്ല, ഫാത്തിമ മെഹറിൻ. ഒന്ന് നേരെ ഇരുന്നേ മോളെ. നടക്കുമ്പോൾ കാലുകൾ കാലുകൾ വായിക്കാൻ പറ്റുന്നില്ല. കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. ഒരിടത്തു ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്കു തള്ളിയിറക്കുന്നു.
അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. ഒരാൾക്കൂട്ടം. കരയ്ക്കടുത്ത തോണിയിലെ അടുത്ത തോണിയിലെ കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കുമാണ്. തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്നു നടന്ന് അവർ ആളും ബഹളവുമില്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈ വിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. നെക്സ്റ്റ് ആൻസൺ. ആൻസൺ വായിച്ചേ. ആൻസൺ കെ അജിത് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, ശ്രദ്ധിക്കണേ എല്ലാവരും. ഫാത്തിമ മെഹറിൻ കുറച്ച് ഇങ്ങോട്ട് ഇരുന്നേ, നേരെ ഇരുന്നേ. മിസ് കാണുന്നില്ലല്ലോ നിന്നെ. ഓക്കെ, വായിച്ചോ ആൻസൺ. നെക്സ്റ്റ് എവിടെ വരെ എത്തിയപ്പോ നമ്മൾ വായിച്ചിട്ട്? എന്തൊരു വലിപ്പമാണ്. ഞങ്ങള് വേറെ ഒരു വീട്ടിൽ എടുത്തില്ലായിരുന്നു. ഓ അതെയാ, എനിക്ക് തോന്നി പുസ്തകം ഇല്ലയോ, ശ്രദ്ധിക്കുന്ന ഇല്ലാന്ന് തോന്നി, അതാ ഞാൻ ചോദിച്ചേ. അതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്തിട്ട് വന്നേ. അതെ അല്ലേ, അതെ, ആയിക്കോട്ടെ. അപ്പൊ നെക്സ്റ്റ് ദിവസം വായിക്കണേ ആൻസൺ. നെക്സ്റ്റ് അതെ വായിക്കുന്നേനി അമന്ന. എന്തൊരു വലിപ്പമാണ് കടലിന്, നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്ന അടങ്ങാത്ത തിരമാലകൾ. എത്ര നുരകളാണ് ഓരോരോ തിരയ്ക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്കു പേടിപ്പിക്കുന്ന ശബ്ദമുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകൾ. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. പറന്നു ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവ വിശ്രമിക്കുക? അവിടെ എങ്ങും ഒരു മരച്ചില്ല് പോലും ഇല്ലല്ലോ. തിരകളിൽ ആടിയുലയുന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്തു നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. നെറ്റ വീഴും പോലെ
അത് കടലിൽ വീണു. എന്തു മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം, ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ച് അവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നെക്സ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എറിക്ക്. എറിക്ക് വായിച്ചോ. കടലോരത്തെ കാഴ്ചകൾ. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര, മണൽ. കടൽ തീരത്തൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. ഒരിടത്തു ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്കു തള്ളിയിറക്കുന്നു. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിരക്കുമാണ്. നിരനിരയായി നിരത്തിയിട്ടേക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ്. നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈ വിട്ട് മണൽത്തിരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. ഓക്കെ. നെക്സ്റ്റ് അനിഹ മോഹൻ. നെക്സ്റ്റ് വായിച്ചേ. എന്തൊരു വലിപ്പമാണ് കടലിന് നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അടങ്ങാത്ത തിരമാലകൾ. എത്ര നുരകളാണ് ഓരോ തിരയ്ക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. തിരകൾക്ക്
തിരകൾക്ക് പേടിപ്പിക്കുന്ന കൊടുക്കുന്ന ശബ്ദവുമുണ്ട്. ശബ്ദമുണ്ട്. ഉം, ആകാശത്ത് ഉം, വട്ടമിട്ടു ഉം, പറക്കുന്ന ഉം. കടൽ കടക്കാക്കകൾ കടൽ കാക്കകൾ. ഉം. അവയ്ക്കും വയ്ക്കും മീതെ മീതെ ഉം, അനങ്ങാതെ ഉം, പറക്കുന്ന ഉം, പന്തുകൾ ഉം. പറന്നു ക്ഷീണിക്കുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഉം, എവിടെയാണ് ഉം, അവയൊന്നു ഉം, വിശ്രമിക്കുക. ഉം. അവിടെങ്ങും അവിടെ എങ്ങും ഒരു ഉം, മരച്ചില്ലുകളില്ല അരച്ചില്ല പോലും ഇല്ലല്ലോ. മരച്ചില്ല പോലുമില്ലല്ലോ. ഉം, തിരകളിൽ ഉം. ആടി ഉലയുന്ന എന്ന കറുത്ത തോണികൾ. നെക്സ്റ്റ് തോണികൾ. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ. ഉം. ഉം. റോഷൻ ആദ്യമായി കടൽ അല്ല, അവിടുന്നല്ല, വായിച്ചതിന്റെ ബാലൻസ് വായിച്ചേ ബാക്കിയായിട്ട്. ഇപ്പൊ നിഹ മോഹൻ വായിച്ചില്ലേ? എവിടെ വരെ വായിച്ചു? തിരകളിൽ ആടി ഉലയുന്ന കറുത്ത തോണികൾ. നെക്സ്റ്റ് പാരഗ്രാഫ് അതാ അങ്ങകലെ കണ്ടോ? അങ്ങകലെ ആകാശം ഒന്നായി തീരുന്നു. ഉം, ചുവന്നു തുടുത്ത സൂര്യൻ ഉം, ആകാശത്തു ഉം, നിന്നു വെള്ളത്തിലേക്കു തൂങ്ങി നിൽക്കുന്നു. ഉം. നെട്ടു വീഴുമ്പോൾ പോലെ അത് കടലിൽ ഉം, വീണു. ഉം. എന്ത് മനോഹരമായ കാഴ്ച. ഉം, മോനെ ഉം, അസ്തമിച്ചു. വാ നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. ഉം. മടിച്ചു അവൻ കാറിൽ കയറി. ഉം. പിന്നിൽ വിശാലമായി പരന്നുകിടക്കുന്ന മറയുന്നത് വരെ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നാഫി വായിച്ചേ. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തോ. കടലോരത്തെ കാഴ്ചകൾ. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര മണൽ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടു പോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ ഒന്നു തിരിച്ചു പോകുന്നതിനു മുന്നേ മറ്റൊന്ന്. ഒരിടത്തു ചെറിയ ബഹളം.
കുറെ ഉം. ആളുകൾ ചേർന്ന് ഉം. ഒരു തോണി വെള്ളത്തിലേക്കു തള്ളി ഇറക്കുന്നു. ഉം. അതിനപ്പുറത്തുമുണ്ട് അതിനപ്പുറത്തുമുണ്ട് ഉം. ഒരു ആൾക്കൂട്ടം. ഉം. കരക്കടുത്ത് അടുത്ത ഉം. ഉം. തോണിയിലെ ഉം. മത്സ്യം ഉം. കാണാനുള്ള ഉം. തിക്കും തിരക്കുമാണ്. ഉം. നിരനിരയായി ഉം. നിർത്തിയിട്ടിരിക്കുന്ന ഉം. തോണികൾ ഉം. മീൻ കച്ചവടത്തിന്റെ ഉം. ബഹളമാണ് അവിടെ. ഉം. നടന്ന് അവൻ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തി. ഉം. അവൻ ബാപ്പയുടെ കൈ വിട്ട് നാഫി പോയോ? മണൽപ്പരപ്പിലൂടെ ഓടി അല്ലേ? ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. നാഫി സ്ട്രക്കായി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി മക്കളെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. എല്ലാവരും ഈ പാഠം ഒരു 3 തവണയെങ്കിലും കുറഞ്ഞത് വായിക്കണേ മക്കളെ. എല്ലാരും വായിക്കാൻ കുറച്ച് പഠിക്കണത്രേ, അതുകൊണ്ട് കുറെ ടൈം വായിക്കണം. അപ്പൊ ഇന്ന് വായിച്ചവരെ മിസ് പേര് എഴുതി എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വായിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലല്ലേ അതിന്റെ ബാലൻസ് ആയി വായിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. ബൈ. എല്ലാവരും ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലേ? ഉണ്ടോ ജുവലേ?